പണം തരാത്തവരുണ്ടോ? ഉണ്ട്. എല്ലായിടത്തും നല്ലവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോശപ്പെട്ടവരും ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു. നെഗറ്റീവായിട്ട് പറയാനും ആൾക്കാരുണ്ട്. എൻ്റെ 100,00,000 രൂപ ഞാൻ അന്നത്തെ കാലത്ത് 1,00,000 രൂപ അഡ്വാൻസ് ഒരു പടത്തിന് കൊടുത്ത ഒരു മുഖ്യ നടൻ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഉണ്ടോ, എപ്പോഴാണ്, എങ്ങനെയാണ്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ 5-6 പ്രാവശ്യം വിളിച്ചു. റെസ്പോൺസ് ഇല്ല, തരില്ല എന്നൊരു മട്ട് തോന്നിയപ്പോൾ ഞാൻ വിട്ടു. അങ്ങനെയും വരും കേട്ടോ. അത് എനിക്കിപ്പോൾ എന്നും ആ നടനായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. പിന്നീട് നടനെ കാണുമോ? ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്? ഇഷ്ടംപോലെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാന്നും പറയില്ല. എനിക്കങ്ങനെ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനും താല്പര്യമില്ല. അത് ഓരോരുത്തരുടെ ചിന്ത. പുള്ളിക്ക് പുള്ളിയുടെ ന്യായീകരണങ്ങളുണ്ടാകും. ഞാനൊരു അഡ്വാൻസ് മേടിച്ചു, നിങ്ങൾ പണം എടുത്തില്ല, നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് പുള്ളി പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ലോജിക്കലി അവിടെ നമുക്ക് പറയാൻ പറ്റില്ല, എത്തിക്കലി മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു വഴക്കിന് ഞാൻ പോയില്ല. ഞാൻ ഇത് ബാക്കി എല്ലായിടത്തും ഒന്ന് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി തന്നവരാണ് ഈ ശ്രീനിവാസിൻ്റെ കഥ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സന്തോഷിൻ്റെ കേസ് പറഞ്ഞത്. അത് അവർ മനസ്സിലാക്കി. ഇല്ലെങ്കിൽ ദിനേശ് പണിക്ക് ഒരു 10 രൂപയ്ക്ക് വേണ്ടി ഒന്നും കെഞ്ചില്ലെന്ന് അവർക്കറിയാം.